നമസ്തേ, വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത് പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ പറയുകയാണ്. ആറ്റുകാൽ പൊങ്കാല എല്ലാവരും സമർപ്പണം നടത്തിയെന്ന് വിചാരിക്കുന്നു. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ വീടുകളിലായാലും പൊങ്കാല സമർപ്പിച്ചാൽ വലിയ ഉപകാരം തന്നെയായിരുന്നു. ഞാനിവിടെ ഈ ഓഫീസിലായിരുന്നു പൊങ്കാല നടത്തിയത്. പൊങ്കാലയ്ക്ക് ശരിക്ക് കിഴക്കോട്ടാണ് എൻ്റെ പൊങ്കാല തൂവിയത്. മനസ്സിന് ഒരുപാട് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പൊങ്കാല തിളച്ചു തൂവുന്ന സമയത്ത് മേലെ കൂടി ശ്രീകൃഷ്ണ പരുന്ത് പറക്കുന്ന കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ അഭിഷ്ടസിദ്ധിക്ക് കാര്യങ്ങൾ നടത്തിത്തരാൻ പറ്റുന്ന അമ്മയുടെ അനുഗ്രഹം പെട്ടെന്ന് കാണാൻ പറ്റി. അതുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി അമ്മയെ ആരാധിച്ച് പൊങ്കാലയിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ദീർഘായുസ്സോട് ആരോഗ്യത്തോട് ജീവിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ അമ്മ തന്നെ കൂടെയുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഈ പൊങ്കാലയിൽ കൂടി നമുക്ക് കിട്ടിയത്. ഇനിയും നിങ്ങളുടെ രോഗം മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടി ഭഗവാൻ അമ്മയെ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ പൊങ്കാല സമർപ്പിക്കാമെന്നൊരു പ്രാർത്ഥന നടത്തി അടുത്ത വർഷം പൊങ്കാല സമർപ്പിക്കുക. നമ്മുടെ വീട്ടിൽ നിന്നായാലും ജോലി സ്ഥലത്തു നിന്നായാലും നമുക്ക് അമ്മയെ ആശ്രയമുള്ളൂ, അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആവുന്ന തരത്തിൽ പൊങ്കാല സമർപ്പിക്കുക. അപ്പോൾ അമ്മ നമ്മളെ അനുഗ്രഹിക്കാൻ എത്തും. എല്ലാവരും ഇത് മറക്കാതെ ഇനി ചെയ്യണം. നമ്മൾക്ക് പല സ്ത്രീകളും പറയുന്നുണ്ട് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല അമ്മ കൂടെ ഇല്ല എന്നൊക്കെ പറയുന്ന പരാതികളാണ് പലരും പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സ് നൊന്ത് വിളിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ മനസ്സ് നൊന്ത് വിളിക്കുന്ന സമയത്ത് ഭഗവാൻ കൂടെ ഉണ്ടാവും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളൊരു വലിയ ഗുഹയിൽ പോയി ഒച്ചത്തിൽ നിങ്ങൾ പറയുന്നത് എന്താണോ ആ പറയുന്നതിൻ്റെ ആ പ്രതിധ്വനി തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചശക്തിയോട് പറയാം, അമ്മേ പരാശക്തി, ലോകമാതാവേ, ഈ പ്രപഞ്ചമേ, എനിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്നെ സൽസന്തതികളെ തന്നെ നല്ല സർക്കാർ ജോലി ലഭിച്ചു, നല്ല രീതിയിൽ ദീർഘായുസോടെ ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ സർവമംഗളങ്ങളും നൽകി അമ്മ അനുഗ്രഹിച്ചു. അമ്മയെ സർവാഭിഷ്ടപ്രദായിനി, ലോകത്തിലെ എല്ലാവർക്കും നന്മ ചെയ്തു അമ്മ അവിടെ കുടികൊള്ളുന്ന പോലെ എനിക്കും എല്ലാ നന്മകളും തന്നതുകൊണ്ട് അമ്മേ അനുഗ്രഹവർഷിണിയായി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന അമ്മേ നന്ദി നന്ദി നന്ദി. നമുക്കറിയാം ഒരുപാട് ആശുപത്രിയിൽ ചെന്ന് നോക്കുമ്പോൾ രോഗത്താൽ ക്യാൻസറും മാറാ രോഗങ്ങളുമായിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങളല്ലാത്തവരും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഭക്തിയോടുകൂടി മനസ്സ് നൊന്ത് നമ്മൾ അമ്മയെ വിളിക്കുമ്പോൾ ഏത് രോഗവും മാറ്റിത്തരാൻ അമ്മ മഹാറാണി ഭഗവാൻ അവിടെ നമ്മളെ അടുത്തെത്തും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ, മനസ്സറിഞ്ഞ് വിളിച്ചു നോക്കൂ. നമ്മളെ രോഗങ്ങളൊക്കെ മാറ്റി പൂർണ്ണ ആരോഗ്യവതിയാക്കി അമ്മ തമ്പുരാട്ടി അമ്മ അങ്ങനെ കുടികൊള്ളുന്നു. ആ കുടികൊള്ളുന്ന ആ സ്ഥലത്ത് നിന്ന് നമ്മുടെ എല്ലാ ഗൃഹത്തിലും എല്ലാ സ്ഥലത്തും ജോലി സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഭഗവതി ഈശ്വര ചൈതന്യം ലോകത്തിലെ പ്രപഞ്ചശക്തി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആ പ്രപഞ്ചമാതാവിനെ നമ്മൾ ശക്തമായിട്ട് വിളിക്കുക. എല്ലാവർക്കും ഈ അഭയം നൽകുന്ന പ്രപഞ്ച സൃഷ്ടാവേ, എനിക്കും എൻ്റെ മക്കൾക്കും നന്മ നൽകി എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്ന് കാത്ത് സംരക്ഷിച്ചു പോന്നു. അതുകൊണ്ട് അടിയിൽ ബ്രഹ്മം കാവലാകണം, നടുവ് വിഷ്ണു കാവലാകണം, മടിയിൽ ഈശ്വരൻ കാവലാണ്. ഈ ശരീരത്തിൽ എൻ്റെ മക്കളുടെ ശരീരത്തിൽ 33 കോടി ദേവതകളും കാവലാണ്, 66,000 ഋഷികളും കാവലാണ്, കാളിയും വിരാരിയും കാവലാകണം, കാളിയും പാടാരിയും കാവലാകണം. നമഃശിവായ സ്വാഹ. എല്ലാവിധ സൗഭാഗ്യം തന്നെ എന്നെ എൻ്റെ മക്കളെയും ഈ ലോകത്തിലെ എല്ലാവരെയും കാത്ത് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന അമ്മയ്ക്കും ഈശ്വര ചൈതന്യമായ ദേവ ചൈതന്യമായി നിലനിർത്തുന്ന എല്ലാ പ്രപഞ്ച ശക്തികൾക്കും എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. ഈ വാക്കുകളാവട്ടെ നമ്മൾ എപ്പോഴും ഉച്ചരിക്കേണ്ടത്. ഭഗവാനോട് പരാതിയല്ല പറയേണ്ടത്. വിതുരർ എന്ന ആ മഹാശക്തിയായ ആ ഭഗവാന്റെ ആ സഹായിയായി നിൽക്കുന്ന അവരുടെ ഈ വീട്ടിലേക്ക് ഒരു ദിവസം ആര് പോയി? വിതുരരുടെ വീട്ടിലേക്ക് ശ്രീകൃഷ്ണദേവൻ പോയ സമയത്ത് ഭഗവാന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വിതുരഭക്തി പഴമൊക്കെ എടുത്തിട്ട് ഭഗവാനെ സമർപ്പിക്കുക ചെയ്യുന്നു. ഭഗവാനെ സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ടതില്ല ആനന്ദം കൊണ്ടും ഭഗവാനെ അടുത്ത് കിട്ടിയതില്ല ആനന്ദം കൊണ്ടും ഭഗവാനെ ഈ പഴത്തിൻ്റെ തൊലി മാത്രം ഭഗവാന് വായിൽ വെച്ചു കൊടുക്കുന്നു. ഈ പഴം താഴെ ചാടുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ വിതുരർ ആ സമയത്ത് അവിടെ എത്തുന്നു. അവിടെ എത്തിയ സമയത്ത് വിതുരർ ചോദിക്കുന്നു, എന്താ ഇത്, നീ എന്താ കാട്ടുന്നു? ഭഗവാനൊക്കെ പഴത്തൊലിയാണോ കൊടുക്കുന്നത്? ഭഗവാൻ ഇത് ആസ്വദിച്ച് കഴിക്കുന്നത് എന്ന് വെച്ചാൽ
പഴാണോ തൊലിയാണോ എന്നൊന്നല്ല ഇതിൻ്റെ അകത്ത്. ഭഗവാൻ നമ്മുടെ മനസ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് ഭക്തി, അതാണ് ഭക്തിയുടെ മാർഗം. അത് തന്നെ നമുക്ക് വീണ്ടും കാണിച്ചിരുന്നത് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ എടുക്കുമ്പോൾ ട്രൈബൽസ് മേഖലയിൽ ജനിച്ച ശബരി എന്ന സ്ത്രീ ഭക്ത, പരമഭക്തിയായതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ശബരി ഭഗവാനെ കാത്തു പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ യുവതി ഭഗവാൻ വരുന്നതും കാത്തു നിൽക്കുമ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവും അതുപോലെ തന്നെ ലക്ഷ്മണനും അവിടെ എത്തുന്നു. ആ ഭഗവാനെ കണ്ടതില്ല സന്തോഷം കൊണ്ട് ഒരുപാട് വർഷമായി കാത്തിരിക്കുന്നത്. അപ്പോൾ ശബരി എന്ത് ചെയ്തു? ഓരോ പഴം തൻ്റെ കയ്യിലുള്ള ഞാവൽപ്പഴവും മറ്റുള്ള പഴങ്ങൾ ഓരോന്നായിട്ട് കടിച്ചു നോക്കിയിട്ടാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. കാരണം മധുരമുള്ളത് മാത്രം കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. ഈ കടിച്ച പഴമൊക്കെ ശ്രീരാമചന്ദ്ര പ്രഭു കഴിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഇത് കടിച്ച പഴല്ലേ, ഇതെന്തിനാ കഴിക്കുന്നത്? അപ്പം ശ്രീരാമചന്ദ്രൻ ആസ്വദിച്ചത് കഴിക്കുമ്പോൾ അത് ലക്ഷ്മണന് മനസ്സിലാകുന്നുണ്ട്. പരമഭക്തിയായ ഈ സ്വാത്വികയായ പരമഭക്തിയായ ശബരിയുടെ ഭക്തി മാത്രമാണ് ശ്രീരാമചന്ദ്ര പ്രഭു നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഭഗവാൻ കുടികൊള്ളുന്നതും അനുഗ്രഹം ചൊരിയുന്നതും. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ശബരിയുടെ ഭക്തി അല്ലെങ്കിൽ വിതുരഭക്തിയുടെ ഭക്തി അതുമല്ലെങ്കിൽ നമ്മൾ കുചേലൻ്റെ ഭക്തി അല്ലെങ്കിൽ കുറൂരമ്മയുടെ ഭക്തി അതുമല്ലെങ്കിൽ നമ്മൾ അതായത് പെട്ടെന്ന് തന്നെ ഭഗവാൻ കൂടെ ഉണ്ടാവാൻ പൂന്താനത്തിൻ്റെ ഭക്തി. അമ്മേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് അമ്മ എത്തണമെങ്കിൽ നമ്മൾ പരമകാരുണ്യായ അമ്മയെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിങ്ങിപ്പൊട്ടി വിളിക്കണം. അപ്പോഴേ നമ്മളുടെ അടുത്തെത്തൂ. അതുകൊണ്ട് ഈ ഭക്തിയോടെ കൂടി എല്ലാവരും ഇനിയും പൊങ്കാലയിടാനും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനും എല്ലാവിധ മംഗളങ്ങൾ നൽകി എല്ലാവർക്കും അനുഗ്രഹം നൽകാൻ നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവതിയെയും ഭഗവാനെയും വിളിക്കുക. നൊന്ത് വിളിച്ചാൽ നമ്മുടെ അടുത്തെത്തും. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ നേർന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിശ്വാസം എന്ന ചാനലിൽ എന്നെ ശ്രവിച്ചവർക്ക് ദീർഘായുസ്സോടെ ആയുരാരോഗ്യത്തോട് ജീവിക്കാൻ ഭഗവതിയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ലോകാ സമസ്താ സുഖിനോ ഭവന്തു.